സല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. നബിദിനാവേദിയൊരുങ്ങി ഹർഷമാലങ്ങും തിളങ്ങി ഇഷ്ടത്തോഴാർ വന്നൊരുങ്ങി ഞങ്ങൾ തുടങ്ങി പാടാൻ ഞങ്ങൾ തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാപ്പി മിലാദ് എന്ന പ്രോഗ്രാമാണ്. നബിദിനത്തോടനുബന്ധിച്ച് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ വീഡിയോയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തങ്ങളുടെ 1501 ജന്മദിനം ലോകം മുഴുവൻ കൊണ്ടാടപ്പെടുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഈ കൊച്ചു പ്രദേശമായ മുക്കുളത്ത് ആകെ 80 വീടുകൾ മാത്രം ഉള്ള ഈ മഹല്ലിൽ ഇടവകയിൽ ഇത്തരമൊരു സമ്മേളനം വിളിച്ചുകൂട്ടിയത് വലിയ ജനനിബിഡമായ ഒരു സദസ്സ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നമ്മുടെ അയൽപക്കത്തുള്ള ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും ഹൈന്ദവ സമുദായത്തിൻ്റെയും നമ്മുടെ നാട്ടിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരുടെയും ഒരു സംഗമം, ഒരു സ്നേഹ സംഗമം. അതാണ് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്കപ്പുറം നമ്മെ പഠിപ്പിച്ചു വെച്ചത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവാണ്. അയൽവാസി എന്ന് പറഞ്ഞാൽ അനുചരന്മാർക്ക് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു, നിന്റെ തൊട്ടടുത്തുള്ള 1-2 വീട്ടുകാർ അല്ല അയൽവാസി. കിഴക്കോട്ട് 40 വീടുകൾ, പടിഞ്ഞാറോട്ട് 40 വീടുകൾ, തെക്കോട്ട് 40 വീടുകൾ, വടക്കോട്ട് 40 വീടുകൾ, 160 വീടുകളാണ് അയൽവാസിയുടെ പരിഗണനയിൽ വരുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട്ടിൻ്റെ 4 വശത്തു നിന്നുള്ള 160 വീടുകൾ അവൻ്റെ അയൽവാസിയാണെന്ന് ലോകത്തോട് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. അക്ഷര ജ്ഞാനമില്ലാത്ത, ലോകത്ത് എന്തെല്ലാം അനാചാരങ്ങളുണ്ടോ മുഴുവൻ നടമാടിയിരുന്ന ഒരു പ്രാകൃത സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് പ്രവാചകൻ കടന്നു വരുന്നത്. ജനിച്ചു വീഴുന്നത് പെൺകുഞ്ഞാണെങ്കിൽ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് പ്രവാചകൻ കടന്നു വരുന്നത്. ദാരിദ്ര്യത്തിന്റെ പേരിൽ നിങ്ങൾ പെൺകുട്ടികളെ കുഴിച്ചു മൂടരുതെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട്, പെൺമക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് പ്രവാചകൻ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ മതമാണ്, സഹോദര്യത്തിന്റെ മതമാണ്, സൗഹാർദ്ദത്തിന്റെ മതമാണ്. പിന്നെ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രഖ്യാപനം പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ചു. ഇവിടെ വിവിധ മതങ്ങളും ഗോത്രങ്ങളും സമുദായങ്ങളും ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചു, അതൊക്കെ നിങ്ങൾ തമ്മിൽ തല്ലി തലതല്ലി മരിക്കാനുള്ളതല്ല, മറിച്ച് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണ്. ഇന്ന അക്രമക്കും, നിങ്ങളിൽ നിന്ന് അതിലേറ്റവും ശ്രേഷ്ഠമായവർ ദൈവത്തിന് നന്ദി ചെയ്യുന്നവരാണ്, സൃഷ്ടാവിന് നന്ദി ചെയ്യുന്നവരാണെന്ന അധ്യാപനമാണ് പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ചു പോയത്. പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിൽ അതിൻ്റെ ആദ്യഘട്ടമെന്ന് പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയലാണ് ഒരു മുസ്ലിമാകുന്നതിൻ്റെ ഒന്നാമത്തെ ഐഡന്റിറ്റി പറഞ്ഞത്. അത് വിശദീകരിച്ച് പറയുന്നിടത്ത് പറയുന്നു, 70-ൽ പരം ശാഖകളിലായി പടർന്നു പന്തലിച്ച് കിടക്കുകയാണ് ഇസ്ലാം. അതിൻ്റെ ഒന്നാമത്തെ ഘടകം
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയലാണെങ്കിൽ വഅദ്നാഹ, അതിൻ്റെ അവസാനം ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, നീ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ലോ ഒരു മുള്ളോ കിടക്കുന്നത് കണ്ടാൽ അത് നിന്റെ കാലിൽ തറയ്ക്കട്ടെ തറയ്ക്കാതിരിക്കട്ടെ, അതവിടുന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് പോകൽ ഇസ്ലാമിക വിശ്വാസ പൂർത്തീകരണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തന്നെ ഹാപ്പി മിലാദ് പ്രോഗ്രാമിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. മുക്കളംകാരെ സംബന്ധിച്ചിടത്തോളം, ഇളങ്കാടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഇതൊരു മുക്കളംകാർക്ക് വേണ്ടി മാത്രമുള്ള ദിവസമല്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കപ്പെടുകയാണ്. ലോകമെമ്പാടും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളെല്ലാവരും വലിയ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഒരു ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസത്തിലാണ് നമ്മൾ പങ്കെടുത്തിരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1501 ജന്മദിനാഘോഷത്തെക്കുറിച്ച് വ്യത്യസ്ത നിലപാടുകളുള്ളവരൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തുറന്നു തന്നെ പറയാൻ കഴിയും, നബിദിന ആഘോഷം വളരെ ഗംഭീരമായി നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഞാൻ വലിയ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. നമുക്കറിയാം, പ്രവാചകനെ ആ ചര്യ പിൻപറ്റി മുന്നോട്ട് പോകുക എന്നുള്ള വിശ്വാസത്തിലുള്ളവരാണ് നാം. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രവാചകനെ അവഹേളിക്കുന്ന നിരവധി കാഴ്ചകൾ ഞാൻ നിങ്ങൾ കാണുന്നുണ്ട്. മറ്റ് മാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിനപ്പുറത്തേക്കുള്ള ഒരു കടന്നുകയറ്റം ഇന്ന് സമൂഹ മാധ്യമങ്ങൾ കയ്യിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കുറിക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങൾ മാറിയിരിക്കുകയാണ്. അതിലാരെക്കുറിച്ചും നല്ലതെഴുതാം, ആരെക്കുറിച്ചും മോശമായി ആക്ഷേപിച്ച് അവഹേളിച്ച് മുന്നോട്ട് പോകാൻ അതിലൊന്നും ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ് സമൂഹ മാധ്യമത്തിൻ്റെ പ്രത്യേകത. ഏത് സമുദായത്തെയും, ഏത് നല്ല വ്യക്തിത്വങ്ങളെയും, ഏത് ദൈവങ്ങളെയും ആക്ഷേപിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി സമൂഹ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷെ അത്തരം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്താണ് കൂടുതലായി ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്കറിയാം, പല ആളുകളും പ്രവാചകനെ അവഹേളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് എഴുതുന്നത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് സങ്കടം തോന്നാറുണ്ട്. പലപ്പോഴും നമ്മളാരും അതിനെ തിരിച്ച് പ്രതികരിക്കുവാനും തയ്യാറാവാറില്ല. കാരണം സമൂഹ മാധ്യമങ്ങൾ ലോകത്തെവിടെയിരുന്നു നോക്കിയായിരുന്നാലും കാണാൻ കഴിയുന്ന ആ മാധ്യമങ്ങളിൽ പ്രവാചകനെ അവഹേളിച്ചുകൊണ്ട് നിരവധിയായി പോസ്റ്റുകൾ പല ആളുകൾ മനഃപൂർവ്വമായി സൃഷ്ടിച്ച് വ്യാജ പോസ്റ്റുകൾ ഉണ്ടാക്കി, വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി, വ്യാജം നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്ന കാഴ്ച ഞാൻ നിങ്ങൾ കാണുകയാണ്. നമുക്ക് ആർക്കും അതിനൊരു തടയിടാൻ കഴിയുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് യഥാർത്ഥ മൂല്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് സമൂഹത്തിൽ വ്യക്തികളെ ആക്ഷേപിക്കുന്ന, രാഷ്ട്രീയപരമായി നമ്മളെല്ലാവരും ആക്ഷേപിക്കാം, അവഹേളിക്കാതൊക്കെ വേണമെങ്കിൽ പറയാം, വ്യത്യസ്ത നിലപാടുകളുള്ളവരാണ്. പക്ഷേ ഒരു വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ, ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിരവധി ആളുകൾ ഇതിനായി മാത്രം മെനക്കെട്ടു കഴിയുന്ന കാലത്തിലൂടെ ഞാനും നിങ്ങളെ കടന്നു പോവുകയാണ്. നമ്മൾ ശരി എഴുതിയാലും തെറ്റെഴുതിയാലും രാഷ്ട്രീയം എഴുതിയാലും പൊതുകാര്യങ്ങൾ എഴുതിയാലും ജിഹാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന, ഞാൻ പറയുന്നു അത് ആക്ഷേപമല്ല, അഭിമാനമായി കാണുകയാണ്. ജിഹാദി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ചില ആളുകൾ, കുറേയേറെ ആളുകളെ ആക്ഷേപിക്കുകയാണ്. ജിഹാദിയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്ന ആളുകൾക്ക് മുന്നിൽ നമുക്ക് പറയാം, ഞാൻ ജിഹാദിയാണ്, ജിജോ കാരക്കാട്ട് ജിഹാദിയാണ്,
നമ്മുടെ സിജോ അച്ഛൻ ജിഹാദിയാണ്. ഈ ഇരിക്കുന്ന SNDPയുടെ പ്രസിഡന്റുമാരടക്കം ജനപ്രതിനിധികളടക്കമുള്ളവരെല്ലാവരും ജിഹാദിയാണ്. എന്താണ് കാരണം? എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ജിഹാദി എന്ന് പറയുന്നത് തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ എന്ന് അർത്ഥം വരുന്ന വാക്കായി ഞാനും മറ്റെല്ലാവരും അങ്ങനെ വിശ്വസിച്ചു പോവുകയാണ്. ജിഹാദി എന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു തരേണ്ട ആളുകൾ വിശ്വാസമൊക്കെ പറഞ്ഞു തരും അതിനെക്കുറിച്ച്. എങ്കിലും ഞാൻ പറയുകയാണ്, എൻ്റെ അറിവനുസരിച്ച് ഞാൻ പറയുന്നു, ജിഹാദി എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന് വിശ്വസിക്കപ്പെടുമ്പോൾ ഒരു നന്മ ലക്ഷ്യമാക്കി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ആ ശ്രമത്തിൻ്റെ പേരാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് ഏറ്റെടുക്കുന്ന ആളുകളാണ് ജിഹാദികൾ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ മുന്നേറ്റങ്ങൾക്കുമൊപ്പം അച്ഛനടക്കം SNDPയുടെ ഭാരവാഹികളടക്കമുള്ള ആളുകളെ ഒരു കയ്യിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ മറുകൈയിൽ മറ്റുള്ള ആളുകളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ നാടിന് ഗുണമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നാഥൻ എല്ലാ അനുഗ്രഹവും ചൊരിയട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ ശ്രമിച്ച ബഹുമാനായ അച്ഛനും SNDPയുടെ ഭാരവാഹികളും ജനപ്രതിനിധികളും അടക്കമുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹാപ്പി മിലാദ് 2026 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ നിവേദനം അനുഭാവപൂർവ്വം തീർച്ചയായും അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ഈ വർഷത്തെ പദ്ധതികളെല്ലാം എഴുതിപ്പോയി, അതുകൊണ്ടാണ് അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം എന്ന് നിങ്ങൾക്ക് ഈ വേദിയിൽ ഞാൻ ഉറപ്പു തരികയാണ്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഈ ഒരു ചെറിയ പ്രദേശത്ത് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. മക്കളാൽ സംരക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കളുടെ വളരെ ദയനീയമായ ഒരവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിൽ ഒന്നാമത്തെ പേജിലുണ്ടായിരുന്നു. കേരളത്തിൽ പുതുതായി അധികാരത്തിലെത്തിയ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു മുമ്പില്ലാത്ത ഒരു പുതിയ വകുപ്പുണ്ട്, വയോജന ജനങ്ങൾക്കായുള്ള ഒരു പ്രത്യേക വകുപ്പ്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഈ വകുപ്പിൽ ഔദ്യോഗികമായി പരാതി ലഭിച്ചത് മക്കൾ സംരക്ഷിക്കുന്നില്ല എന്ന് പരാതി നൽകിയത് 6000 കേസുകളാണ്. ഈ മാതാപിതാക്കളുടെ സമ്പത്തും സ്വത്തുമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഒരു വേള അതെല്ലാം സ്വന്തം പേരിൽ കരസ്ഥമാക്കിയതിന് ശേഷം സ്വന്തം മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന, അതല്ലെങ്കിൽ വൃദ്ധമന്ദിരങ്ങളിൽ കൊണ്ടുപോയി അല്പം പൈസയും കൊടുത്ത് അവരുടെ ഉത്തരവാദിത്തം, അവരെ നോക്കാനുള്ള ഉത്തരവാദിത്തം അവിടെ ഏൽപ്പിക്കുന്ന മക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. തൊട്ടടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാനോ സൗഹൃദം പങ്കിടാനോ ആളുകൾ തയ്യാറാവുന്നില്ല. ഒരേ വീട്ടിൽ, തൊട്ടടുത്ത വീട്ടിൽ തന്റെ പിതാവ്, മാതാവ് അല്ലെങ്കിൽ മക്കൾ, സഹോദരങ്ങൾ വേദന അനുഭവിച്ച് പ്രയാസപ്പെട്ട് കഴിയുമ്പോൾ തൊട്ടടുത്ത റൂമിൽ മക്കൾ അല്ലെങ്കിൽ ഈ പറയപ്പെട്ടവരൊക്കെ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വിദൂരതയിലുള്ളവരുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വന്തം വീട്ടിലുള്ളവരുമായുള്ള ബന്ധങ്ങൾ കുറഞ്ഞ് സ്നേഹം കുറയുകയാണ്. പ്രവാചകർ പഠിപ്പിക്കുന്നു, നിങ്ങൾ എല്ലാവരോടും കാരുണ്യത്തോടുകൂടെ പെരുമാറണം. കാരുണ്യത്തോടുകൂടിയാണോ പെരുമാറേണ്ടത്? സ്നേഹത്തോടു കൂടിയാണോ പെരുമാറേണ്ടത്? കാരുണ്യവും സ്നേഹവും ഇതിലേതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന് ഈ വിഷയമായി പഠനം നടത്തുന്നവർക്കിടയിൽ തർക്കമുണ്ട്. എല്ലാവരോടും സ്നേഹത്തോടുകൂടെ പെരുമാറുക.
ഈ സ്നേഹശൂന്യതയാണ്, ഈ കാരുണ്യത്തിന്റെ ശൂന്യതയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൃദ്ധജനങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കാനും വൃദ്ധമന്ദിരങ്ങളിൽ കൊണ്ടുപോയി തള്ളാനും ഉപദ്രവിക്കാനും മക്കളെയും മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ച ഈ കാരുണ്യം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. ഈ കാരുണ്യം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് പോക്സോ കേസുകൾ ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ മനുഷ്യരോട് മാത്രമല്ല സർവ്വജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കാൻ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മരങ്ങൾക്കും ഓരോ ഇലകൾക്കും അതിൻ്റെതായ ധർമ്മം ഈ ലോകത്ത് നിർവഹിക്കാനുണ്ട്. പ്രകൃതി സംരക്ഷിക്കണം, വെള്ളം സംരക്ഷിക്കണം, വായു സംരക്ഷിക്കണം. ഒരാൾക്കും ഉപദ്രവകരമാകുന്ന ഒരു പ്രവൃത്തിയും നിന്റെ പക്കൽ നിന്നുണ്ടാകാൻ പാടില്ല. യഥാർത്ഥമായ വിശ്വാസിയെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് നിന്റെ നാവിൽ നിന്നും നിന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടുന്നു. എപ്പോഴാണ് രക്ഷപ്പെടുന്നത്? അപ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസിയാവുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു നബിദിനത്തിന്റെയും അതോടൊപ്പം തന്നെ നല്ല ഒരു ഓണത്തിന്റെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സന്തോഷം. ഇന്ന് ഈ ഹാപ്പി മിലാദ് 2024 സംഘടിതമായിട്ട് എന്നെ വിളിച്ചു എന്നുള്ളത് ദൈവത്തെ സ്നേഹിക്കുക ഒന്നാമത്തേതാണെങ്കിൽ രണ്ടാമത് പറയുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നബി അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എത്ര മഹത്തായ കാഴ്ചപ്പാടായിരുന്നു നബിയുടേതെന്ന് ആലോചിക്കുകയാണ്. ആ മതങ്ങളും ആ ഒരു രീതിയാണ്. സാധാരണ ഞങ്ങള് എക്കോ തിയോളജി പഠിക്കുമ്പോൾ ഞങ്ങളോട് പറയുന്ന ഇതാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ കാവൽക്കാരൻ മാത്രമാണ്. അപ്പൊ കാവൽക്കാരനായതുകൊണ്ട് ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ചു വെച്ചാൽ അല്ല ഒന്നിച്ച് അനുഭവിക്കാൻ ശ്രമിച്ചാൽ അത് സാധിക്കത്തില്ല. ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ബാധ്യതയുണ്ട് എനിക്ക്. അതുകൊണ്ട് പ്രകൃതിയെ, അതിന് വായുവിനെ അല്ലെങ്കിൽ മറ്റെല്ലാ സാധനത്തിനെയും സംരക്ഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നബി അത് പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രമാത്രം ഇതിനെക്കുറിച്ച് ബോധ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ നല്ല രീതിയിൽ വളരണം എന്ന് അതിന്ന് പ്രസക്തമാണ് അദ്ദേഹത്തിന്റെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം. വളരെ സന്തോഷം ഇന്ന് ഇവിടെ വന്ന് ഈ പള്ളിയിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിച്ചതിന് എല്ലാവർക്കും ഹാപ്പി മിലാദിന്റെ ആശംസകളും അതോടൊപ്പം ഓണത്തിന്റെ ആശംസകളും ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ സഹോദരങ്ങളെ, നട്ടാട് 5050 ഞാനെല്ലാം അധിക ധനമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുവാൻ, ദരിദ്ര സഹോദരന്റെ കണ്ണുനീരൊപ്പുവാനും ഈ ലോകത്തോട് പറഞ്ഞത് സ്നേഹമാ, അത് കാരുണ്യമാ. ആ കാരുണ്യത്തിലൂടെ ഈ ലോകത്തെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഈ ലോകത്തോട് 1501 വർഷത്തിന് മുമ്പ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകനുണ്ടല്ലോ, മുഹമ്മദ് നബി തിരുമേനി. അദ്ദേഹം പറഞ്ഞത് സ്നേഹത്തെ കുറിച്ചാണ്. എൻ്റെ സഹോദരനെ ഞാൻ സഹോദരനായി കാണണം, തൊട്ടയലക്കത്ത് താമസിക്കുന്നവനെ സഹോദരനായി കാണണം, അയൽക്കാരനെ ഏറ്റവും അധികം സ്നേഹിക്കണം. അയൽക്കാരനെ ഏറ്റവും അധികം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതും പറഞ്ഞതുമാരാ? ക്രിസ്തുദേവൻ, യേശു ക്രിസ്തുവാണ് പറഞ്ഞതും പഠിപ്പിച്ചതും അല്ലേ? ദരിദ്രമായിരുന്ന കുചേലനെ തേടിപ്പോയ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് നമുക്കറിയില്ലേ? അവിടെയുമുള്ളത് സ്നേഹമാ. ധർമ്മം എവിടെയോ അവിടെയാണ് സ്നേഹം കുട്ടികൊള്ളുന്നത്. ധർമ്മം ജയിക്കട്ടെ എന്നാണ് ഹിന്ദു മത സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്നത്.
ഈ മതങ്ങളെല്ലാം സംസാരിക്കുന്നത് എന്താണ്? സ്നേഹിക്കുവാനാണ്, പരസ്പരം സ്നേഹിക്കുവാൻ. അപ്പോൾ നമുക്ക് ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മൾ ആ ത്യജിക്കുമ്പോൾ ഉണ്ടാകുന്ന, നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ സഹോദരന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്കുണ്ടാകുന്ന ആ സ്നേഹം, അതിലൂടെ നമുക്ക് കിട്ടുന്ന ആത്മീയമായിരിക്കുന്ന ആ ഉണർവ്, അത് എത്രയോ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെക്കുറിച്ച് നാം ഉയർന്ന ചിന്താഗതിയിൽ അനവരതം പാടിപ്പുകഴ്ത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്നേഹം നിലനിൽക്കട്ടെ. ആ സ്നേഹത്തിന് എല്ലാവിധ ആശംസകളും നിലനിൽക്കട്ടെ. നബിതിരുമേനിയുടെ പിറന്നാൾ മംഗളങ്ങൾ, നബിദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. ഞാൻ ഒന്ന് പറയുവാൻ ശ്രമിച്ചു നോക്കട്ടെ. അസ്സലാമു അലൈക്കും. വിജയൻ SNDP ഞാർക്കാട് പ്രസിഡന്റ് വിജയൻ കോമ്പാറയിൽ അവർക്ക് മുഹമ്മദ് ഉസ്താദ് അവർ ഉപഹാരം നൽകുന്നു. ദീർഘിപ്പിച്ച് പറയേണ്ടതുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് സന്തോഷിനെ മുക്കുളം മൊഹീദ്ദീൻ മുസ്ലിം ജമാഅത്തിന്റെ ഒരു ആദരവ് നൽകുകയാണ്. അതിനുവേണ്ടി സെക്രട്ടറി ജലാൽ സാഹിബിനെയും പ്രസിഡന്റ് അഷ്റഫ് കൊല്ലപ്പറമ്പിൽ അവരുകളെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയ സുഹൃത്ത് സന്തോഷിനെയും ക്ഷണിക്കുന്നു. Allahu Akbar, Rabbul Alamin, Allahu Akbar, Rabbul Alamin. Arsh pe nida, naame Muhammad, naame Muhammad, sallallahu alaihi wasallam, sallallahu alaihi wasallam, sallallahu alaihi wasallam, sallallahu alaihi wasallam. Nabi wasallam, yengum sugandam, Nabi wasallam. നമ്മുടെ ഹിദായത്തുൽ സുബിയാൻ മദ്രസയിലെ ഈ കുഞ്ഞുമക്കളെ പോലെ ഇവിടെ ഇരുന്ന് പഠിച്ച് പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തോടു കൂടി നബിദിനമൊക്കെ ആഘോഷിച്ച് വളരെ മിടുക്കനായി പഠിച്ച് മദ്രസയിലും സ്കൂളിലും എൻ്റെ ശിഷ്യനാണ് നമ്മുടെ പ്രിയങ്കരനായ നാട്ടുകാരൻ നൗഷാദ് കട്ടൂപ്ലാക്കലിന്റെ മകൻ അനസ്. അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഗവൺമെന്റ് സർവീസിൽ ജോലി ലഭിച്ചിരിക്കുകയാണ്, പോലീസിൽ ജോലി ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലിയിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരുപാട് പുരോഗതി, സന്തോഷത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, നീതിയോടുകൂടെ ജോലി ചെയ്യാനും ജോലിയിൽ പുരോഗതി ഉണ്ടാകാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ മുക്കളം ജമാഅത്തിന്റെയും ഹിദായത്തുൽ സുബിയാൻ മദ്രസയുടെയും ഒരു ആദരവ് നൽകുകയാണ്. അനസ് കട്ടൂപ്ലാക്കലിനെ ക്ഷണിക്കുന്നു. നൗഷാദ് സാഹിബ് കൂടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണമെന്ന് അറിയിക്കുന്നു. അത് ആദരവ് നൽകുന്ന ഷാൾ അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി ജലാൽ സാഹിബിനെയും പ്രസിഡന്റ് അഷ്റഫ് സാഹിബിനെയും ക്ഷണിക്കുന്നു. അനസിനെയും ഷുക്കൂർ കൂടി എത്തും. നല്ല രീതിയിലുള്ള ഒരു പഠന ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു.
എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു 6 വർഷമായിട്ട് ഇവിടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു സഹോദര സമുദായത്തിന്റെ വികാരി അച്ഛൻ നമ്മുടെ ഈ സദസ്സിൽ വന്ന് ഈ യോഗത്തെ വിജയപ്രദമാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. ആ അച്ഛന്റെയും മറ്റ് മകന്യ വ്യക്തികളുടെയും സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ സദസ്സ് ഇന്ന് വളരെ വിപുലമാണ്. നമ്മുടെ കുറച്ചാളുകളെ ഉള്ളൂ, അതുകൊണ്ടാണ് അച്ഛനൊക്കെ ആൾക്കാർ പറഞ്ഞതൊരു തോന്നലുണ്ടായി കാണും. പക്ഷെ നമ്മളെ 80 വീടുകളുള്ള ഈ ജമാഅത്തിന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ പരമാവധി ആൾക്കാർ നമ്മുടെ ഈ സദസ്സിൽ വന്ന് പങ്കുചേർന്നിട്ടുണ്ട്. റസൂലിന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന്റെ നബിദിന സന്ദേശം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് പ്രസിദ്ധരൊക്കെ വളരെ വിദഗ്ധമായി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ 1-2 കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു കാര്യവും കൂടിയാണ് മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്ന്, അതുപോലുള്ള കാര്യങ്ങൾ. ഈ മയക്കുമരുന്നും മദ്യപാനവും എല്ലാ സമുദായത്തിലും എല്ലാ ചെറുപ്പക്കാരിലും വളരെ കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഈ പുതിയ ഗവൺമെന്റ് ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പദ്ധതിയിലൂടെ കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 1000കണക്കിന് കേസുകളും 10,000കണക്കിന് അറസ്റ്റുകളും ഒക്കെ ഈ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരെ ഈ സർക്കാർ നടപ്പാക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാനോടൊപ്പം നമ്മുടെ മഹലിലുള്ള ഓരോരുത്തരും അതിനെ പ്രതിജ്ഞാബദ്ധമാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും നബിദിനാശംസകളും അതുപോലെ തന്നെ കേരളത്തിന്റെ ദേശീയോത്സവമായ തിരുവോണാശംസകളും, അത് മറ്റന്നാളാണ്, അതും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ദേമാത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹാപ്പി മീലാദ് 2026 എന്ന ഈ പരിപാടി എന്തുകൊണ്ടും മഹത്തായ ഒരു കാര്യമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ ഗുരുദേവൻ പറഞ്ഞു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നും യേശുക്രിസ്തു പറഞ്ഞ പോലെ ഇതിനെപ്പോലെ നിന്റെ അൻകാരെ സ്നേഹിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുവെച്ചിട്ട് ആഹാരം കഴിക്കുന്നതിനും എന്നുള്ള എല്ലാ അർത്ഥവാക്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഹാപ്പി മീലാദ് ശരീഫ് എന്ന ഈ പരിപാടിയിലേക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയുള്ള മുൻകാലങ്ങളിലായി ഇതുപോലുള്ള സദസ്സുകൾ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദും മറ്റുള്ളവരും പറഞ്ഞ പോലെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുക്കുളം മൊഹീദ്ദീൻ ജമാഅത്തിന്റെ 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. Ta-ta-ta